ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മഴക്കാലം തുടങ്ങി. നല്ല പുഴമീനുകളുടെ കാലമായി, അതായത് പുഴമീനുകളുടെ ചാകരയായി തുടങ്ങി. അപ്പോൾ നമുക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു 3-4 പുഴമീൻ. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഈ മീനിൻ്റെ പേരെന്താണെന്ന് അറിയാവുന്നവർ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ക്ലീൻ ആക്കുന്ന രീതിയും ഇതെങ്ങനെയാണ് മുറിക്കുക അല്ലെങ്കിൽ ഇതൊന്നും എനിക്കറിയാമെന്ന്, ഞാൻ ഫസ്റ്റ് ടൈമാണ്. അതായത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ ക്ലീൻ ആക്കുന്നത് അച്ഛനോ അല്ലെങ്കിൽ അച്ഛമ്മയോ അമ്മയോ അങ്ങനെയൊക്കെ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിനാണെങ്കിൽ ഭയങ്കര ഒരു വഴുവഴുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കയ്യിൽ പിടിച്ചാലൊന്നും കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞാനൊരു കല്ല് പോയിട്ട് ഇതിൻ്റെ ചെതുമ്പൽ പൊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ കുറേ ഇട്ട് ഉരച്ചിട്ടൊക്കെ കുറേ പോയി. ബാക്കി കത്തിയെടുത്ത് വടിച്ചു. നല്ല എന്താ പറയുക, നമുക്ക് പിടിച്ചിട്ട് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ അവസാനം അതും ഭയങ്കര മുള്ളുമായിരുന്നേ. അങ്ങനെ ഈ 4 മീൻ മുറിച്ച് വരുമ്പോഴത്തേക്കും എൻ്റെ കയ്യൊക്കെ ഒരു പരിവായിട്ടുണ്ട്. അതായത് കയ്യെല്ലാം മുറിഞ്ഞ് മുള്ള് കുത്തി. ഒന്നാമത് ഇതിങ്ങനെ മര്യാദയ്ക്ക് നിൽക്കുന്നില്ലല്ലോ. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ ക്ലീൻ ആക്കുന്ന രീതിയും അതെങ്ങനെയാണ് മുറിക്കേണ്ടതെന്നുള്ളതൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ തല ഭയങ്കര മുള്ളായതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിൻ്റെ തല ഞങ്ങളാരും യൂസ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഈ തലയൊക്കെ ഞങ്ങൾ വേറെ മാറ്റി കളയാറാണ് പതിവ്. നമ്മൾ ഇത് മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ ഒരു ആഗ്രഹം കൊണ്ട് ഈ പുഴമീൻ ഇവിടെ വീട്ടിൽ അച്ഛൻ കഴിക്കില്ല. അച്ഛൻ വലയിടാനൊക്കെ പോകാറുണ്ട്. ഇവിടെ നമ്മൾ വെള്ളം കയറുന്ന ടൈമിനൊക്കെയാണ്, ഞങ്ങൾ വയനാട്ടിലായതുകൊണ്ട് തന്നെ വെള്ളം കയറുന്ന ടൈമിന് ഒരുപാട് മീനൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ അച്ഛൻ വലയിടാനൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇത് അച്ഛൻ വലയിട്ട് കിട്ടിയതല്ല കേട്ടോ, അത് വാങ്ങിയത് തന്നെയാണ്. ഇവിടെ അടുത്ത് വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു മീൻ മുറിച്ച സമയത്താണ് അതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ സംഭവം. ഞാൻ പിന്നെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് മീൻമുട്ടയാണ് പോലും. അതായത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്നറിയില്ല, മീൻമുട്ട. പിന്നെ അങ്ങനെ മീനെല്ലാം എന്താ പറയുക മുറിച്ച് കഴുകി. ഈ വരഞ്ഞിട്ടത് ഞങ്ങൾക്ക് വറക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം വറക്കുക തന്നെ ചെയ്തത്, ഞാൻ കറി വെച്ചില്ല. അതായത് കറി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഭയങ്കര മുള്ളായതുകൊണ്ട് നമുക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ബാക്കിയെല്ലാം വറുത്ത് ഒന്ന് അപ്പാട് വറക്കാനും ഒന്ന് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഫ്രിഡ്ജിൽ വെച്ചു. അപ്പം ഇവിടെ വീട്ടിൽ ഞാനും അതായത് അനിയനും അനിയത്തിയും അങ്ങനെയുള്ളവർ തന്നെ കഴിക്കുള്ളൂ. അച്ഛനും അമ്മയൊന്നും അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ നമ്മൾ വറക്കാനുള്ള പരിപാടിയായിരുന്നു. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ഓയിൽ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. ഇത് നമ്മൾ ഇവിടുന്ന് തന്നെ ചതച്ചെടുത്തതൊക്കെ കേട്ടോ. അങ്ങനെ അതും പിന്നെ കുറച്ച് ഓയിലും പിന്നെ ഒരു പകുതി ഒരു പകുതി നാരങ്ങാനീര് അല്ലെങ്കിൽ വിനാഗിരി ആണെങ്കിലും മതി. ഒരു പകുതി നാരങ്ങാനീര് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൽ കുറച്ച് മസാല ഒരു കട്ടി പോലെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ചൊരു ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് മസാല കുറച്ചൊരു ലൂസാക്കി എടുത്തു. അതായത് മീനിൽ നല്ലോണം ഇതാവുന്ന രീതിയിൽ കുറച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മീനെല്ലാം ഇട്ടു. ഒരു നല്ലോണം മസാലയൊക്കെ തേച്ച് അതിൻ്റെ ഉള്ളിലും പുറമേ വരയിലും അതിലെല്ലാം നല്ലപോലെ മസാലയൊക്കെ നല്ല തേച്ച് പിടിപ്പിച്ചൊരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ ആർക്കും ക്ഷമയുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും കുറച്ച് നേരത്തെ തുടങ്ങിയ പണിയായിരുന്നു. പക്ഷേ രാത്രി ആയപ്പോഴാണ് ഈ മീനൊക്കെ നന്നാക്കി തീർന്നത്. അതായത് നന്നാക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടി ഞാൻ. ഫസ്റ്റ് ടൈമും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊരു എല്ലാം കൂടി എല്ലാത്തിലും നല്ല മസാലയെല്ലാം പുരക്കി ഒരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ അടുപ്പത്തേക്ക് കയറ്റുന്നത് തന്നെ. അങ്ങനെ അടുപ്പത്ത് പാൻ വെച്ചു. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു. പിന്നെ എന്താക്കി ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ മീനിട്ടു. പിന്നെ കുറച്ച് കറിവേപ്പില പൊക്കത്തിടുന്നുണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ ഇതേപോലെ ഏതൊരു വീഡിയോയിൽ കേട്ടിട്ടുള്ളതാണ്. കറിവേപ്പില ഇട്ടാൽ മീൻ കരിയില്ലയെന്നോ അങ്ങനെ പെട്ടെന്ന് കരിഞ്ഞു പോകില്ല എന്നൊരിതുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ബാക്കിയുള്ള മസാലയൊക്കെ ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇട്ട് തേച്ച് വെക്കുന്നുണ്ട് കുറച്ചൊരു ഇതിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി പറഞ്ഞ പോലെ തന്നെ കറിവേപ്പില ഇപ്പം വല്ലാതെ അങ്ങ് പൊട്ടിത്തെറിച്ചു. പിന്നെ കുറച്ച് നേരം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് എനിക്ക് വേവിച്ചെടുത്തതാ നല്ല അടിപൊളിയായിട്ട് നല്ല മീൻ ഇതായിട്ടുണ്ട്. പക്ഷേ ഇതുണ്ടോ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് പാത്രം കാലിയായ വഴി പോലും ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.